ഇന്നത്തെ കുട്ടി ഹോം മിനിസ്റ്റേഴ്സിൽ ആദ്യത്തെ ആള് ആകാശ് ജി, കൊല്ലത്ത് നിന്നും. ആകാശ് ജി, ജി ഇനീഷ്യലാണ് അല്ലേ? ആണ്. ഒരുപാട് കാലം നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലാണ് പണ്ട് ഒരുപാട് പേർക്ക് പേരിനോടൊപ്പം ജി എന്ന് കിട്ടുള്ളൂ. നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിളിക്കുമായിരുന്നു അല്ലേ? ലതാ മങ്കേഷ്കറിനെ ലതാജി എന്ന് വിളിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ അഴിമതിയൊക്കെ നടന്നത് 3G 4G ഇനി 5G വരാൻ പോകുന്നു പറഞ്ഞ് മൊബൈലിൽ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോഴാണ് ആകാശ് ജി പണ്ടേ ജി എന്നുള്ള പേരുമായിട്ട് വന്നിരിക്കുന്നത്. ജിയുടെ ഫുൾ ഫോം എന്താണ്? ഗംഗാധരൻ പിള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ്. ഗംഗാധരൻ പിള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ്. വളരെ മിടുക്കനാണ് അല്ലെ? ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആകാശാണോ? അങ്ങനൊന്നുമില്ല, ഫസ്റ്റ് എന്നാലും പഠിക്കുന്നുണ്ട്. ആകാശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആകാശം അൺലിമിറ്റഡ് ആണ്. അതിന്റെ എൻ്റെ എവിടെയാന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആകാശം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, അടുത്തത് ആര്യ വി. ആര്യ വി എത്രാം ക്ലാസ്സിലാണ് ആര്യ? 7th. ഏത് എവിടുന്ന് വരുന്നു ഇപ്പം? മലപ്പുറം. മലപ്പുറം. ക്ലാസ് ടീച്ചറുടെ പേരെന്താണ്? ലില്ലി. ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? ഫിദ റുസ്മിന. ഫിദ റുസ്മിന. എപ്പോഴാണ് ടീച്ചറിന്റെ ലാസ്റ്റ് ആയിട്ട് അടി കൊണ്ടത് എന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല, ടീച്ചർ അടിക്കാറൊന്നുമില്ല ഇപ്പം? എനിക്ക് അടി കിട്ടുന്നില്ല. ഇത്രയും ക്ലാസ്സിനിടയിൽ ഇതുവരെ അടി കിട്ടിയിട്ടില്ലേ? പണ്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ നിയമമുണ്ടായിരുന്നു. നീ അടിക്കുമ്പോൾ ആ വേദന മറക്കാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കുന്നവൻ തൊടയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ നുള്ളി പിടിക്കും. കറക്റ്റ് ടൈമിങ്ങിന് ടീച്ചർ അടിക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന നമ്മൾ ഒരു നുള്ളി ഇവിടെയും കൊടുക്കും. ഒരു ശാസ്ത്രമായിരുന്നു അത്. ഈ അടിയുടെ വേദനയും ഈ വേദനയും കൂടെ ന്യൂട്രൽ ആയി പോകും എന്നുള്ളതാണ് ശാസ്ത്രം. സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അടി എടുക്കാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ കൈ നീട്ടിപ്പിച്ച് പവൻ എന്നോട് നമ്മുടെ ഐഡിയ ഒന്ന് ചെയ്തേക്കണേ, ഇവിടെ ഒന്ന് ഉള്ളിയേക്കണേ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ റെഡിയായിട്ട് കൈയും വെച്ച് നിന്നു. ടീച്ചർ കൈ പൊക്കി, പക്ഷെ ടീച്ചർ അടിച്ചില്ല. ഞാൻ ഇവിടെ കിള്ളിയവൻ അടിച്ചു. ഇവിടെ ടീച്ചർ എന്നാണ് താനാടെ കാണിച്ച് എണീറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കിട്ടൊന്നും തന്നു. എനിക്കിട്ട് കിള്ളാൻ ആളുമില്ല. വെറുതെ ഒരു അടി കൊണ്ടു. ഞങ്ങൾ കിട്ടിച്ചില്ല. അതൊരു സ്കൂളിൽ പോകുന്ന വഴിക്ക് പാണൽ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതിന്റെ ഇലയെ വളച്ച് കെട്ടി വെച്ചാൽ അന്നടി കിട്ടില്ല എന്നൊരു ശാസ്ത്രമുണ്ട്. ഒരു മൈനയെ ഒറ്റയ്ക്ക് കണ്ടാൽ അന്നടി കിട്ടും എന്നൊരു ശാസ്ത്രം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അന്ധവിശ്വാസങ്ങളായി. എല്ലാം കൈവിട്ട് പോയി. ഇല്ല, പ്രാവ് അങ്ങനെ കാക്കയെ പോലെ അലഞ്ഞടക്കുന്ന ജീവി അല്ലല്ലോ, കാണാൻ കിട്ടുന്ന സാധനം അല്ലല്ലോ. നിങ്ങളുടെ അവിടെ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ അവിടെ ഇപ്പോഴും പഠിപ്പിക്കുന്നതിന് ഫീസായിട്ട് തേനൊക്കെ അല്ലേ കൊടുക്കുന്നത്? ഞങ്ങൾ പൈസ കൊടുക്കുന്ന കാലമായി തേന് പുലിത്തോലൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അടുത്ത കുട്ടിയെ വിളിച്ചോളൂ. ആര്യ വിക്ക് ശേഷം അടുത്തത് അനുരാഗ് വി വി. അനുരാഗ് വി വി. എന്താണ് ഈ വി വി? വലിയ വീട്ടിൽ ഇനീഷ്യൽ. വലിയ വീട്ടിൽ അനുരാഗ് വീട്ടുപേരാണ് കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത് അല്ലേ? അച്ഛന്റെ ഒന്നും പേരല്ല. അച്ഛന്റെ പേരും അപ്പൊ വി വി തന്നെ ആയിരിക്കുമല്ലോ ഇനീഷ്യല്. എവിടെ സ്ഥലം? വടക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും ആണോ? കണ്ണൂര്. കണ്ണൂരല്ലേ? ഈ സിസ്റ്റം തന്നെ വടക്കൻ കേരളത്തിലാണുള്ളത്. വടക്കൻ കേരളത്തിൽ അച്ഛന്റെ പേരൊന്നും വെക്കില്ല. വി വി വീട്ടുപേരായിരിക്കും. അതായത് അച്ഛന്റെയും മോന്റെയും ഇനീഷ്യല് ഒന്ന് തന്നെ ആയിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വടക്കൻ കേരളത്തിലെന്നുണ്ട്. ഇനി കണ്ണൂർ ഒരു ചെറിയ പ്രവചനം കൂടെ നടത്തട്ടെ. കണ്ണൂരിൽ നിങ്ങളുടെ വീട് ചെറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണോ? അല്ല. പാപ്പിനിശ്ശേരി, വളപട്ടണം. എന്നാ പിന്നെ പറഞ്ഞുകൂടെ ഇങ്ങോട്ട്? എന്നെ കൊണ്ട് വെറുതെ അങ്ങോട്ട് ചോദിപ്പിക്കുന്നത് എന്തിനാ? കാഞ്ഞിരോട് തരൂ. കാഞ്ഞിരോട് തരൂ. കാഞ്ഞിരോട് തരൂൽ എത്ര വർഷം? ജനിച്ചു വളർന്നപ്പോ തൊട്ട് അവിടെ തന്നെയാണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കൂടാളി ഫസലിയമ്മ പബ്ലിക് സ്കൂൾ. അവിടെ സ്പോർട്സ് മത്സരത്തിന്റെ ദിവസം പങ്കെടുക്കാനൊക്കെ പോകാറുണ്ട്? ഓട്ടം, ചാട്ടം, കുസ്തി, കുത്തിമറയില്? സ്പോർട്സ് ഇല്ല, ശരീരം അനങ്ങാറില്ല. കലാപരമായ മത്സരങ്ങൾക്കാണോ പോകാറ്? സ്പീച്ച്, അതായത് പ്രസംഗ മത്സരത്തിന് പോയാൽ നിന്ന് പ്രസംഗിക്കാറുണ്ട് അല്ലേ? അടുത്ത വിളിക്കൂ. അഭിമന്യു. അഭിമന്യു പുരാണത്തിലൊരു കഥാപാത്രമാണ്. അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് അഭിമന്യു എന്ന് പറയുന്ന ആള്. അഭിമന്യുവിന് വേറെ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത്? വെയിറ്റ് ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, സ്പോർട്സ്, കബഡി, ഫുട്ബോൾ, അങ്ങനെ മറ്റേ അമ്പയത്ത്. സ്പോർട്സ്, കബഡി, ഫുട്ബോൾ എല്ലാ ഇനങ്ങളും മത്സരിക്കുന്നുണ്ട്. ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് എടുക്കുന്നവർ ഞാൻ പണ്ട് കാണുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ അളക്കുന്ന കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് ഇവരിങ്ങനെ അളക്കുന്നത്? അത് ഫസ്റ്റ് ബാലൻസ് ചെയ്യാൻ. കറക്റ്റ് നടുക്കിട്ടിയിൽ ബാലൻസ് കിട്ടൂല. പിന്നെ ഇവരിതിങ്ങനെ പിടിച്ച ശേഷം ആദ്യം ഇങ്ങനെ ഒരു പൊസിഷൻ എത്തും. രണ്ടാമത്തേനാണ് ഇങ്ങനെ മേളിലോട്ട് പോകുന്നത്. അത് ഇന്നലെ രണ്ട്
ഘട്ടമായിട്ട് പോകുന്നത് എന്താണ്? ഇടക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പൊക്കെ ആവും. അതിനുവേണ്ടി ഈ ഫസ്റ്റ് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കാട്ടുന്നത്. അപ്പൊ കയ്യിൽ എന്തോ ഒരു വെള്ളപ്പൊടി തേക്കൂലേ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിട്ട്? പൗഡർ അല്ല, പൗഡർ ഇട്ടാ സ്ലിപ്പ് ആവൂലേ? തബലയൊക്കെ സ്ലിപ്പ് ആവാൻ വേണ്ടി ഇടുന്ന സാധനം പൗഡർ. അത് പണ്ട് ഈ തബലിസ്റ്റുകൾ TV ഷോകളിൽ വായിക്കുമ്പം അവരുടെ മുഖം കാണിക്കൂല, ആൾക്കാരൊന്ന് ക്യാമറ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് തബലയ്ക്ക് പൗഡർ ഇടുന്നതെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അവൻ എവിടെയാണ് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം എന്നാലും ഇടക്ക് കയ്യിൽ നിന്ന് കിട്ടോ, അതിനുള്ള ഇതിനാണ്. ഫാമിലി ബാഗ് ഉള്ളൂ, ഫുൾ ബാക്ക് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ കണ്ടാൽ ഒരു അത്ലറ്റിന്റെ ബോഡി അല്ല അഭിമന്യുവിന്. വിട് എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അയ്യോ, ഇവിടെ ഉള്ള ഓക്സിജൻ മുഴുവൻ വലിച്ചു പിടിക്കല്ലേ കേട്ടാ, എല്ലാം വലിച്ചു പിടിക്കരുത്. ശക്തിയേറെ മത്സരമായിരിക്കും അഭിമന്യുമായിട്ട്. കലാകാരൻ, കലാകാരി, സ്പോർട്സ്. ഇന്ന് ഞാൻ തകർക്കും. അടുത്ത ആളെ വിളിക്കോ. തിരുവനന്തപുരത്ത് നിന്നും സുമയ്യ ഷാജഹാൻ. സുമയ്യ എത്രാം ക്ലാസ്സിലായി? 9ാം ക്ലാസ്സിലായി. അപ്പൊ അടുത്ത വർഷം 10ആണ്. അടുത്ത വർഷം 10 ആവുമ്പോ സ്വാഭാവികമായിട്ട് കുറച്ച് ഇത് സ്ട്രിക്റ്റ് കൂടും അല്ലേ? പിന്നെ 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ വേറെ പരിപാടിക്കൊന്നും വിടൂല. അങ്ങനെയില്ല, നല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ വിടും. നല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ വിടും. അതിന്റെ പരോക്ഷമായ അർത്ഥം ഞങ്ങളുടെ പരിപാടി നല്ല പ്രോഗ്രാം ആണെന്നുള്ളതല്ലേ? അതെ അതെ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വർഷം ഈ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ സുമയ്യ വരും. തീർച്ചയായിട്ടും വരും. നാളെ 10ാം ക്ലാസ്സിന്റെ കണക്ക് പരീക്ഷയാണ്, എന്നാലും വരും. വരാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ വരും പറഞ്ഞു. അല്ല, എക്സാം അല്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു? അല്ല, ഇന്ന് ഇനിയിപ്പോ പരിപാടി ചെയ്തിട്ട് നാളെ പോയി പരീക്ഷ എഴുതാൻ പറ്റും, അങ്ങനെ ഒരു സിറ്റുവേഷനാ. അല്ല, തലേന്ന് പഠിക്കണമെന്നല്ലോ പരീക്ഷയ്ക്ക്. നമ്മൾ ഒരു വർഷം മുഴുവൻ പഠിച്ചതിന്റെ ഇതല്ലേ പരീക്ഷ ചോദിക്കുന്നത്. എന്നാലും തലേന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ എത്ര മുൻപ് പഠിച്ചു വെച്ചിരുന്നാലും എന്റെ മനസ്സിരിക്കത്തില്ല. ഞാൻ തലേന്ന് ഉറങ്ങാതെ പഠിച്ചാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് പണ്ട് ദൈവം ഒരു ഭാഗ്യം തരും. ഞാൻ ആകെ ഒരു ചോദ്യം പഠിക്കും, കൃത്യം അത് തന്നെ വരും. ഞാൻ പക്ഷെ സുമയ്യയുടെ ആളാണ്. എന്തു പറ്റി? ഞാൻ എല്ലാം കൂടെ തലേദിവസം രാത്രി ഉറക്കളച്ചിരുന്ന് പഠിക്കുന്ന ആളാണ്. അല്ല, സുമയ്യ പാസ്സായല്ലോ, തോറ്റുപോയില്ലേ? ഇത് അങ്ങനെയല്ല, നമ്മള് പാസ്സാകുന്നവരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈയടിക്കരുത്, ഇവിടെ നിൽക്കുന്ന കുട്ടികൾ കൈയടിക്കരുത്, എന്റെ കയ്യിലാണ് കാർഡുള്ളത്. ശരിക്ക് ഏതുവരെ പഠിച്ചു? ഞാൻ ഇത്രയും നാൾ ഇവിടെ എല്ലാവരും വിദ്യാഭ്യാസ ചോദിച്ചിട്ടുണ്ട്. നന്ദിനിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഏതുവരെ പഠിച്ചു? ചേട്ടൻ ഞെട്ടരുത്, ആ ഒരു BA ഫസ്റ്റ് ക്ലാസ് മാത്രം. സെക്കൻഡ് ക്ലാസ് അല്ലേ? ആര്? ഞാൻ ചിലപ്പോ BA സെക്കൻഡ് ക്ലാസ് പാസ്. BA സെക്കൻഡ് ക്ലാസ്. ചിലപ്പോ ചേട്ടൻ കോൺസ്റ്റബിളും ഞാൻ SIയും ആയി മാറിയേക്കും ഈ ഒരു പോയിന്റിൽ. എന്താ കാര്യം? കാരണം ഞാൻ MSc വരെ പഠിച്ചിട്ടുണ്ട് ചേട്ടാ. സത്യം. എന്താണ് അത് കഴിഞ്ഞ് നിർത്തിയെന്ന്? സുമയ്യ ഏതുവരെ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? +2 കഴിഞ്ഞ് LLB ചെയ്തിട്ട് അതിന്റെ PG ചെയ്ത് ഒരു നല്ലൊരു അടിപൊളി അഡ്വക്കേറ്റ് ആണോന്നാണ്. നല്ല അടിപൊളി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ചുരിദാർ ഇട്ടിട്ട് ജീൻസ് ടോപ്പ് ഇട്ടിട്ട് കമ്മൽ ഇട്ടിട്ട് ഒബ്ജക്ഷൻ യുവർ അങ്ങനെ അടിപൊളിയാണ് ഉദ്ദേശിച്ചത്? അല്ല, പിന്നെ നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഒരു നല്ലൊരു വക്കീലാവാനാണ് ആഗ്രഹം. ഓ, നീതിക്ക് വേണ്ടി പോരാടുന്ന നീതിക്ക് വേണ്ടി പോരാടുന്ന സുമയ്യയെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ആയില്ലേ? ഇനി ഇതിൽ ആർക്കാണ് ദൈവം നീതി കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊരു പിടുത്തമില്ല. ഇത്രയും കൊണ്ട് നീങ്ങി എന്നുള്ളൂ. എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിൽ ഞങ്ങൾ 5 നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് കയറി നിൽക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന്. എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്കൊരു പ്രാതിനിധ്യമുണ്ട്. എല്ലാ മുതിർന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ കരുതലോടെയും സ്നേഹത്തോടെയും നോക്കുന്നത് കുട്ടികളെയാണ്. മുതിർന്ന ആൾക്കാർ ജീവിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിയമം എല്ലായിടത്തും കുട്ടികൾക്ക് വ്യത്യാസമാണ്. അതുകൊണ്ട് മാത്രം നമ്മളുടെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഇവിടുത്തെ നിയമങ്ങളിലും ഒരു മാറ്റം വരുത്തുകയാണ്. ഒരു ദിവസം ഒരു കുട്ടികളുടെ എപ്പിസോഡ് ഇവിടെ വന്നപ്പോൾ എല്ലാ കുട്ടികളും ചേർന്ന് നമ്മുടെ ഈ റൗണ്ടിൽ ഒരു കുട്ടിയെ ഔട്ടാക്കിയപ്പോൾ ആ കുട്ടി മറ്റൊരു കുട്ടി ഔട്ടാക്കാൻ നിന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് വിഷമമായതെന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോട് മിണ്ടിയില്ല. വലിയവരങ്ങനെയല്ല. ഇത് കഴിഞ്ഞാലും ഷൂട്ടിങ്ങിന് പുറത്ത് അവർ വളരെ സൗഹൃദത്തോടു കൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോഴെങ്കിലും അത് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ലോകത്തെല്ലായിടങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഞങ്ങളും നിയമം ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. നിങ്ങളിൽ നിന്നും ആര്
ഒരാൾ ഈ റൗണ്ടിൽ പുറത്തു പോകണം എന്നുള്ളത് ഈ ഒരു കളിയിൽ നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ലേറ്റുകൾ താഴെ വച്ചിട്ടുണ്ട്. അതിലേതോ ഒരു സ്ലേറ്റിൽ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ലേറ്റിലും ഇൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് അവിടെ പോയി കയറി നിന്നത്. ഒന്നയാൾ ഇന്നടത്ത് നിൽക്കണമെന്നോ ഇപ്പുറത്ത് നിൽക്കണമെന്നോ അപ്പുറത്ത് നിൽക്കണമെന്നോ ഒന്നും ഞങ്ങളുടെ ടീം അംഗങ്ങൾ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ സ്വമേധയാ കയറി നിന്നതാണ്. ഈ സ്ലേറ്റിൽ ഏതോ ഒരെണ്ണത്തിൽ ഔട്ടുണ്ട്, ബാക്കിയെല്ലാം ഇന്നാണ്. അതനുസരിച്ച് ഒരാൾ ഔട്ടാകും, ബാക്കിയുള്ളവർ ഇന്നാകും. ഇതിലൊരാൾ ഔട്ടാണ്, ബാക്കിയുള്ളവരെല്ലാം ഇന്നാണ്. വരൂ. കരയോ? അത് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റും. എന്നാ അവിടെ പോയി നിന്നോളൂ. വരും. എനിക്കിത് പറയുന്നതിൽ ഒട്ടും സങ്കടമില്ല. അവിടെ പോയി നിന്നോളൂ. നിങ്ങൾ 3 പേരിൽ ഒരാൾ തൽക്കാലം ഈ റൗണ്ടിൽ നിന്ന് ഔട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഫുൾ ചിരിച്ച് സന്തോഷത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള എത്ര പേരാണ് ഈ 3 പേരിലുള്ളത്? ഒരു കുഴപ്പമില്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ 3 പേര് ഇവിടുന്ന് പോകും. ഔട്ടായാലും നമ്മളെല്ലാം കൂടി ഇവിടെ പാട്ട് പാടിയിട്ട് പോകും. റെഡിയാണല്ലോ? റെഡിയാണല്ലോ. ഈ 3 പേരിൽ ആരാണ് ആദ്യം കൈപൊക്കിയെന്ന് അറിയാമോ? അല്ല, മോൻ ശ്രദ്ധിച്ചില്ല. മോനാണ് കൈപൊക്കിയത് ആദ്യം. അതെ, ഇറങ്ങി വാ. അഭിമന്യുവാണ് നിർഭാഗ്യവശാൽ ഇതിന്ന് ഔട്ടായിട്ടുള്ളത്. പക്ഷെ അഭിമന്യുവിന് ഇതൊരു പ്രശ്നമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അഭിമന്യു ഇതല്ലാതെ ഈ TV പരിപാടിയിലല്ലാതെ വേറെ എന്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? മങ്കിപ്പൻ, പെരിച്ചാഴി, പെരിച്ചാഴിയിൽ അഭിനയിച്ചിട്ടുണ്ടോ? വെറുതെ അല്ല, കണ്ട പോലെ തോന്നുന്നത്. കുറെ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നെ കണ്ടപ്പോ പെരിച്ചാഴി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിനി എന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നതാണെന്ന് ഓർത്ത് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, മത്സരത്തിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കരുതെന്നൊരു ചെറിയ നിയമം ഉള്ളത് കൊണ്ടാണ് ഞാൻ മോൻ വിളിച്ചപ്പോൾ കേട്ടിരുന്നു. മോൻ ചേട്ടാ പെരിച്ചാഴി എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞോട്ടെ. ദൈവം നോക്കിയപ്പം മങ്കീപ്പൻ, പെരിച്ചാഴി, മോൻ ഓൾറെഡി ഒരുപാട് സിനിമകളും ഒക്കെ ചെയ്തു. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ സിനിമ, ജയസൂര്യയുടെ സിനിമ, ഇതിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ ആളാണ്. അപ്പൊ ഇവരെക്കാൾ സീനിയർ ആർട്ടിസ്റ്റാണ് അല്ലേ? എന്തുകൊണ്ടാണ് ആ സിനിമയിലൊക്കെ മോന് ചാൻസ് കിട്ടിയത്? വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും അല്ലാതെ കലാപരമായിട്ട് എന്തോ കഴിവുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. എന്നും പറഞ്ഞ് ഭാഗ്യത്തിന് കിട്ടി. ദൈവത്തിന്റെ വിധി. ദൈവത്തിന്റെ വിധിയോ? മോന്റെ വിധി അല്ലേ? 1 2 3 സ്റ്റാർട്ട്. 8:30 മണിയായപ്പോൾ ഞാനാ പട്ടുകിടക്കയിൽ നിന്നും എണീറ്റു. കട്ടിലിനടിയിൽ നിന്ന് ലഭിച്ചൊരു കട്ടൻ കാപ്പി എടുത്തു കുടിച്ചു. തലമുടി ചീകി പൗഡറുമിട്ടു. കരി കൊണ്ടൽപ്പം മീശ വരച്ചു. എന്നിട്ടങ്ങനെ പോയി ഞാനാ പഞ്ചായത്തിൻ വെയിറ്റിംഗ് ഷെഡിൻ
വെയിറ്റിംഗ് ഷെഡിൽ മോഡേൺ ഫാഷൻ ലേഡികൾ അങ്ങനെ മോഡേൺ ഫാഷൻ ലേഡികൾ അങ്ങനെ മോടി ചമഞ്ഞു വരുന്നത് കാണാൻ മോടി ചമഞ്ഞ് വരുന്നത് കാണാൻ ഒരു സാൻ സിനിമ കണ്ടു കഴിഞ്ഞ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്താൻ നേരം വൈകി വീട്ടിലെത്താൻ നേരം വൈകി അച്ഛൻ ചോദിച്ചെന്താ മകനെ അച്ഛൻ ചോദിച്ചെന്താ മകനെ വീട്ടിലെത്താൻ നേരം വൈകിയേ വീട്ടിലെത്താൻ നേരം വൈകി ലാബിൽ പ്രാക്ടീസ് ഉണ്ടെന്റെ അച്ഛ ലാബിൽ പ്രാക്ടീസ് ഉണ്ടെന്ന് വെച്ചാ നേരത്തെത്താൻ പറ്റില്ലല്ലോ നേരത്തെത്താൻ പറ്റില്ലല്ലോ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ